എല്ലാവർക്കും നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലോകമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് പല തലങ്ങളിലാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഞാനും അതേഴ്സും തമ്മിലാണ്. അപ്പം ഞാൻ എന്നുള്ളൊരു പ്രസൻസ് കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തമ പുരുഷൻ ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ഞാൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളുണ്ട്. ഇത്രയും ഡിസ്കഷൻ്റെ ഉള്ളിലൂടെ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലൂടെ ഈ സൃഷ്ടിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ സ്രോതസ്സിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. ഞാൻ എവിടെ നിന്ന് ഉദ്ഭവിക്കുന്നു അവിടേക്കുള്ള കണക്ഷൻ, കമ്മ്യൂണിയൻ എന്ന് പറയാം. അത് മനസ്സിനും അപ്പുറമാണ്. മനസ്സ് ശാന്തമായി സെറ്റിൽഡായിട്ടിരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും സൈലൻസിൽ നിന്നും അറിവ് നേടുന്നു. യഥാർത്ഥ ജ്ഞാനം അതാണ് എന്നുള്ളത് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നു. ജ്ഞാനം അറിയുന്നവനും ജ്ഞാനവും മാർഗവും എല്ലാം ഒന്നായിത്തീരുന്ന ഒരു സ്റ്റേറ്റ്, വാക്കുകൾക്കപ്പുറം. അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ലോകമായിട്ട് മനസ്സിലൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഇപ്പം രണ്ട് ഭാഗങ്ങളുണ്ട്. വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ്. ബാബുജി മഹാരാജ് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം സ്പർശിച്ചു. സൺഡേ April 22, 2001 10 AM. വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് ബാബുജി പറയുന്നൊരു സെൻറ്റൻസാണ്. He must learn lessons that enable him to open his eyes on the reality of his existence. Life is a teaching, the most useful possible and the only one remaining in him beyond this incarnation. Understanding well this principle is a serious asset.
and always behaving according to this truth is another one. ജീവിതം തന്നെ ഒരു ശിക്ഷണമാണ്. ഈ ശിക്ഷണം മാത്രമേ ഈ ജന്മം കഴിയുമ്പോൾ, ഈ ശരീരം വിടുമ്പോൾ നമുക്ക് ബാക്കിയായിട്ടുണ്ടാവും. നമുക്ക് ഈ ജീവിതത്തിലൂടെ ലഭിച്ചിട്ടുള്ള ശിക്ഷണം അത് മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. അതാണ് ക്യാരക്ടർ. നമ്മൾ കൊണ്ടുപോകുന്നത് മനസ്സ് എവിടെ എത്തി, ആ സ്റ്റേറ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത്. വൈബ്രേറ്ററി ലെവൽ, താജി പറയുന്നത് വൈബ്രേറ്ററി ലെവൽ. അതിനനുസരിച്ചാണ് നമ്മൾ ബോധതലത്തിൽ പിന്നെ ഇൻട്രാക്ട് ചെയ്യുന്നത്. അറിയാതെ നമ്മൾ എങ്ങെത്തിച്ചേരും. ഒരേ തൂവൽ പക്ഷികൾ ഇപ്പം നമ്മൾ സാധാരണ ജീവിതത്തിലും അറിയാതെ ഗ്രാവിറ്റേറ്റ് ചെയ്യും നമ്മൾ വൈബ്രേറ്ററി തലങ്ങളിലേക്ക്. മറ്റേത് നമ്മൾ അൺനാച്ചുറലായിട്ട് ബിഹേവ് ചെയ്യും. ഇപ്പോൾ സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് അങ്ങനെ പിടിച്ചടക്കി നിൽക്കുന്നു. സത്സംഗം കഴിഞ്ഞിട്ട് എവിടേക്കാണ് പോകുന്നത്, അതാണ് അവർ വൈബ്രേറ്ററി തലം. ക്ലാസ് റൂമിൽ കുട്ടികൾ ഒരുമിച്ചിരിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് ലഭിക്കുന്നുണ്ട്. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ, ടീച്ചറിൻ്റെ ശ്രദ്ധയില്ലെങ്കിൽ എവിടേക്കാണ് അവർ ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നത്? കളിക്കളത്തിലേക്കാണോ, അതോ ലൈബ്രറിയിലേക്കാണോ, അതോ ഗോസിപ്പിലേക്കാണോ, ഭക്ഷണശാലയിലേക്കാണോ? അതാണ് അവരുടെ വൈബ്രേറ്ററി സ്റ്റേറ്റ്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വൈബ്രേറ്ററി സ്റ്റേറ്റ് നമുക്ക് മനസ്സിലാവും. നമുക്ക് എവിടേക്കാണ് നാച്ചുറലായിട്ട് ഇരിക്കാൻ പോകാനുള്ള സാധ്യത. അപ്പോൾ ഈ ശിക്ഷണം, ജീവിതം എന്നുള്ള ശിക്ഷണം നമ്മളുടെ വൈബ്രേറ്ററി തലത്തെ നിശ്ചയിക്കുന്നു. അപ്പം ഇത് മനസ്സിലാക്കുക, ഇത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അതാണ് ബാബുജി മഹാരാജ് പറയുന്നത്. തിരിച്ചറിയുന്ന അങ്ങനെ മനസ്സ് ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തിരിച്ചറിയുക. അതിനുശേഷം ബിഹേവിങ് അക്കോർഡിംഗ് ടു ദിസ് ട്രൂത്ത്, അതിനനുസരിച്ചിട്ട് പെരുമാറുക, സത്യസന്ധമായിട്ട് പെരുമാറുക എന്നുള്ളതാണ് ഇതിന്ന് മനസ്സിലാവുന്നത്. ആന്തരികമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്നും ലഭിച്ചിട്ടുള്ള അറിവിൻ്റെ തലത്തിൽ നിന്നും എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ തലത്തിൽ നിന്നും ഈ ലോകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ട്രൂത്ത്ഫുള്ളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അഭിനയിക്കാൻ പാടില്ല. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഈ ട്രൂത്ത് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള ജീവിത ശിക്ഷണത്തിനും ടീച്ചിങ്ങിനും രണ്ട് വശങ്ങളുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഒബ്ജക്റ്റീവായിട്ട് പഠനം, എല്ലാം പഠനമാണ്. സ്കൂളിലായാലും വീട്ടിലായാലും എല്ലാം പുറത്തുനിന്ന് നമ്മൾ കാണുന്നതും അതിൽ നിന്നും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ പഠനം എന്ന് പറഞ്ഞാൽ മനസ്സ് എവിടേക്ക് എത്തി, സ്വാധ്യായം എന്ന് പറയുന്നത് മനസ്സ് എവിടെ എത്തി എന്നുള്ള പഠനം. അത് നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യം. ഡയറി റൈറ്റിങ്ങിൽ സ്വയം മനസ്സിലാക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ എവിടെ എത്തി. ഈ രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ രണ്ട് ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഭാരതീയ സംസ്കാരത്തിൽ പരാവിദ്യ അപരാവിദ്യ എന്നുള്ള രണ്ട് ഭാഗങ്ങളുണ്ട്. ഇതിൻ്റെ ബേസിൽ ഒരുപാട് സാധനാ പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. മിക്ക സാധനാ പദ്ധതികളും ആധ്യാത്മിക പദ്ധതികളും ഉള്ളിലേക്ക് തിരിയുക എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ലോകം നശ്വരമാണ്, ഇവിടേക്ക് അറ്റാച്ച്ഡ് ആവരുത്. അപ്പോൾ പലപ്പോഴും അതൊരു വെറുപ്പിൻ്റെ തലത്തിലേക്കുണ്ട്. വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഒരു വെറുപ്പ്. ഈ ശരീരം പാപം ചെയ്യുന്നതാണ്, അതുകൊണ്ട് ശരീരത്തിനെ പീഡിപ്പിക്കുക, വിവാഹം കഴിക്കരുത്, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഫാസ്റ്റിംഗ്, ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ലോകത്തുനിന്ന് വിട്ടിട്ട് എവിടെയോ പോയിരിക്കുക, ഇഷ്ടപ്പെടുന്ന വസ്തുക്കളെ അവഗണിച്ച് മാറി നിൽക്കുക. ഇതൊക്കെ സാധനാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ചിന്തിച്ചിരുന്നത്. ഉള്ളിലേക്ക് തിരിയുക. രണ്ടാമത്തെ വശം ബാബുജി മഹാരാജ് ഇവിടെ പറയുന്നത് പെരുമാറ്റം. ലോകമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഗം പലപ്പോഴും അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഏത് തരത്തിൽ സാധന ചെയ്താലും അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് അത് സ്വായത്തമാക്കിയില്ലെങ്കിൽ, ഞാനത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വെറും വേസ്റ്റാണ്. വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ പുരാണ കാലങ്ങളിൽ റിച്വൽസ് അങ്ങനെയാണ് കടന്നു വന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ അനുഭവിക്കുന്ന ആ ആധ്യാത്മികമായിട്ടുള്ള തലങ്ങളെ തൻ്റെ ജീവിത രീതികളായിട്ട് കാണിക്കുമ്പോൾ അത് റിച്വൽസായിട്ട് മാറും. അപ്പം മഹാത്മാക്കൾ, ഋഷിമാരൊക്കെ അവരുടെ ജീവിതത്തിൽ ആ തരത്തിൽ ജീവിച്ച് കാണിച്ചു തന്നു. എങ്ങനെയാണ് എണീക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്. സ്ഥിതപ്രജ്ഞൻ്റെ സ്വഭാവങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. അത് നാച്ചുറലായിരുന്നു. ഒരു സംഭാഷണം നടന്ന നാച്ചുറൽ സ്റ്റേറ്റിൽ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അത് മാതൃകകളാണ്. അത് മാത്രം കോപ്പി ചെയ്തിട്ട് കാര്യമില്ല.
പലപ്പോഴും മഹാത്മാക്കളുടെ ആചാരങ്ങൾ കോപ്പി ചെയ്തിട്ട് റിച്വൽസായി മാറി. അങ്ങനെയാണ് പല സമ്പ്രദായങ്ങളും വന്നത്. അവര് കണ്ണടച്ചിട്ട് ഹൃദയത്തിൽ സ്പർശിച്ച് ഇവിടെ തന്നെയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ധ്യാനിക്കുമ്പോൾ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. നമ്മളത് അറിയാതെ ചെയ്യുമ്പോൾ അതിന് എന്ത് മീനിങ് ആണ്? ഒരു മീനിങ്ങും ഇല്ല. അത് അറിഞ്ഞതിന് ശേഷം അതിൻ്റെ സിഗ്നലായിട്ട് ആ മാറ്റങ്ങൾ സിഗ്നിഫൈ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം ശരീരത്തിൽ കൊണ്ടുവരാം. ചിലപ്പോൾ തലമുണ്ടനം ചെയ്യാം, ചിലപ്പോൾ ഒരു നൂല് ഇടാം, ഡ്രസ്സിൽ മാറ്റങ്ങൾ വരാം. സിംപ്ലിസിറ്റി ഉള്ളിൽ നിന്നും വന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ മനസ്സിലാക്കിയിട്ട് സിംപ്ലിസിറ്റി വരാം. ചിലർ ഡ്രസ്സ് ഇടാതെ നേക്കഡ് ആയിട്ട് നടക്കാനും തുടങ്ങി. തിരിച്ചായാൽ അതുപോലെയാവും. ഇതൊന്നും അറിയാതെ നേക്കഡായിട്ട് നടക്കുക, മുട്ടയടിച്ച് നടക്കുക, വെറും ഒരു നൂലിടുക, അല്ലെങ്കിൽ ഒരു മാല ചാർത്തുക, താടി വളർത്തുക. ബാഹ്യമായിട്ടുള്ള ആചാരങ്ങൾ കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ആന്തരികമായിട്ടുള്ള യാത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് ബാഹ്യമായിട്ടുള്ള ജീവിതത്തിലുള്ള മോഡിഫിക്കേഷൻ. ഉപയോഗിക്കേണ്ടി വരുന്നു പലപ്പോഴും. പക്ഷെ ഉപയോഗിക്കാതെ തന്നെ അത് സംഭവിക്കാൻ തുടങ്ങുന്നു. നാച്ചുറലായിട്ട് സാധന ചെയ്ത് നമ്മുടെ ഉള്ളിൽ കമ്മ്യൂണിയൻ വരുമ്പോൾ, ജീവിതത്തിലേക്ക് വരുമ്പോൾ അറിയാതെ തന്നെ സിംപ്ലിസിറ്റി വരാൻ തുടങ്ങും. അത് യാന്ത്രികമല്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, നിങ്ങളെങ്ങനെ ആയത്, എന്ത് പറ്റി, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ. അതാണ് നാച്ചുറലായിട്ടുള്ള പാത. അതാണ് സഹജമാർഗം. സഹജമായിട്ടുള്ള ഈ മാർഗത്തിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് അതേ ലാളിത്യത്തിൻ്റെ ഏറ്റവും ഔന്നത്യമാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ, ഈശ്വരൻ. സിംപ്ലിസിറ്റി ഈശ്വരൻ്റെ വെയിൽ ആണ് എന്ന് ഭഗവാൻ ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വലയം എന്ന് പറയുന്നത് ആ ലാളിത്യമാണ്. അപ്പോൾ ആ ലാളിത്യത്തിൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ശരീരത്തിൻ്റെ ശ്രദ്ധയിലും ഡ്രസ്സിങ്ങിലൊക്കെ മാറ്റങ്ങൾ വരാം, നാച്ചുറലായിട്ടാണ്. പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കാതെ മാറും. ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ വരണമെന്നതിന് സഹജമായിട്ടുള്ള ഒരു മാർഗമാണ്. ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ പ്രവർത്തികളിലും ഭാഷയിലും എല്ലാം ആ ഒരു ലാളിത്യം വരും. അതാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.